എന്നതുമായി ബന്ധപ്പെട്ട ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഒരു നവരാഷ്ട്രീയ ബോധത്തെ വളർത്തിക്കൊണ്ടുവന്നത് ഇടതുപക്ഷ സോഷ്യലിസ്റ്റ് ആശയഗതി മുന്നോട്ട് വെച്ച ആളുകൾ ആയി. നമുക്കറിയാവുന്നതുപോലെ കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു പിടി വരയിലിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയും 1921 മലബാർ കലാപത്തിന് ശേഷം നിശബ്ദമാവുകയും ചെയ്ത ഒരു സംഘടന. ശ്രീ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെയും EMSനെ പോലെയും പി നാരായണനെ പോലെയുമുള്ള ആളുകൾ മലബാർ കോൺഗ്രസിന്റെ നേതൃത്വം ഏറ്റെടുത്തോടുകൂടിയാണ് യഥാർത്ഥത്തിൽ വീണ്ടും അതൊരു ജനകീയ പ്രസ്ഥാനമായി മലബാർ മാറും. അന്നു മുതൽ അന്ധമായി കാര്യങ്ങൾ പിന്തുടരുക എന്നതല്ല, യുക്തിസഹമായി കാര്യങ്ങൾ മനസ്സിലാക്കി നല്ല രാഷ്ട്രീയ ബോധമുള്ള ഒരു മലബാർ വളർന്നു വരണം എന്നതാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ആഗ്രഹിച്ചത്. അതുകൊണ്ട് തന്നെ മാതൃഭൂമിയേക്കാൾ ഒരു പടി കടന്ന് ചിന്തിക്കുന്നതായിരിക്കണം അല്ലമീൻ എന്ന് പറയുന്ന പത്രത്തിന്റെ ഉൾക്കാഴ്ച എന്ന് അന്ന് തന്നെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് പ്രഖ്യാപിക്കുകയുള്ളൂ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രഭാതം എന്ന് പറയുന്നത് കോൺഗ്രസിനകത്തുള്ള സോഷ്യലിസ്റ്റ് ആശയഗതിക്കാർ മുൻകൈയെടുത്ത് നടത്തിയിരുന്ന ഒരു പത്രമാണ്. അതിൽ നിന്ന് വ്യക്തമായ ഇടതുപക്ഷ രാഷ്ട്രീയത്തിലേക്കുള്ള വികാസമാണ് ദേശാഭിമാനി എന്ന കാര്യം നമുക്ക് നാം കേരളത്തിലെ ജനങ്ങളോട് സത്യസന്ധമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിനെ കുറിച്ച് എപ്പോഴെങ്കിലും കുറവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ കുറവുകൾ തുറന്നു പറയുന്നതിനും അത് തിരുത്തുന്നതിനാവശ്യമായ ജനാധിപത്യ മര്യാദ കാണിക്കുന്നതിന് വേണ്ടി നാളെ വരെ ജനങ്ങൾ നമ്മുടെ വിശ്വാസത്തിലെടുത്തിട്ടുണ്ട് എന്നതാണ് ഈ പാർട്ടിയുടെ വളർച്ചയിൽ ഓരോ സന്ദർഭത്തിലും നമുക്ക് അഭിമാനപൂർവ്വം പറയാൻ കഴിയും. എന്തെല്ലാം എതിർ പ്രചരണങ്ങൾ നാട്ടിൽ നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് ജനങ്ങൾ നമ്മെ വിശ്വസിക്കുന്നത്? നേരത്തെ നാം സൂചിപ്പിച്ച പോലെ നാം വളർത്തിയെടുത്ത ഒരു രാഷ്ട്രീയ പ്രബുദ്ധത, ആ രാഷ്ട്രീയ പ്രബുദ്ധതയ്ക്ക് ചരിത്രവുമായി ബന്ധമുണ്ട്, വർത്തമാനകാലത്തെ ജനകീയ പ്രശ്നങ്ങളോട് പ്രതികരിക്കാനുള്ള കഴിവുണ്ട്, ഭാവിയെക്കുറിച്ച് സ്വപ്നം കാണാനുള്ള ഉത്തരവ് നൽകുന്നു എന്നതാണ്. ഈ സന്ദർഭങ്ങളെല്ലാം നാം ഓർക്കേണ്ടത്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇന്ന് നാം ഒരു തുറന്ന യുദ്ധം പ്രഖ്യാപിക്കുക. അത്രത്തോളം അത് ശരിയാണോ എന്ന് സംശയിക്കുന്ന നിഷ്പക്ഷവാദികളും ജനാധിപത്യവാദികളും ഒക്കെ കേരളത്തിൽ ഉണ്ടായി. പക്ഷെ നാളിതുവരെയുള്ള ചരിത്രത്തെ വിലയിരുത്തിക്കൊണ്ട് തന്നെ നാം ഉണ്ടാക്കി വെച്ച രാഷ്ട്രീയ പ്രബുദ്ധതയും പൊതുജനാധിപത്യ ബോധത്തെയും മനുഷ്യരോട് കാണിക്കേണ്ട നീതിബോധത്തെയും ഒക്കെ ചൂഷണം ചെയ്ത് അവർക്കിടയിലേക്ക് വിഷലിപ്തമായ ആശയങ്ങളെ പകർത്തിവിട്ടുകൊണ്ടിരിക്കുന്ന മുതലാളിത്തത്തിന്റെ വ്യത്യസ്തമായ ചെയ്തികളെ നേരിട്ട് എതിർക്കേണ്ടത് ഇന്ന് മാധ്യമരംഗത്താണ് എന്ന് നമുക്ക് ഇന്ത്യയിലെ മറ്റൊരു പ്രദേശങ്ങളിലും ഇത്തരത്തിലൊരു സമരം നടക്കുന്നില്ല. നമുക്കറിയാം, പത്രം എന്തെങ്കിലും പോലും അറിയാത്ത ഉത്തർപ്രദേശിലെ ഒരു ഗ്രാമത്തിൽ മുതലാളിത്ത മറ്റൊരർത്ഥത്തിലാണ് ജനങ്ങളെ ചൂഷണം ചെയ്യുന്നത്. തമിഴ്നാട്ടിൽ പത്രത്തിനകത്ത് വരുന്ന വൈകാരികമായ വാർത്തകളല്ല കേരളത്തിലെ പത്രത്തിൽ നാം വായിച്ചെടുക്കുന്നത് എന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ജനങ്ങൾക്ക് മേൽ ആധിപത്യം ചെലുത്തുക എന്ന പത്രധർമ്മത്തെ ചോദ്യം ചെയ്യുന്നതിന് ഈ കഴിഞ്ഞ 4 വർഷക്കാലമായി നാം നേരിട്ട് തയ്യാറായി. ജനാധിപത്യത്തിൽ പത്രത്തിന് വലിയ സ്ഥാനമുണ്ട്, ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ജനാധിപത്യത്തിന്റെ നെടുന്തൂണാണ്. ജനങ്ങൾക്ക് വ്യക്തമായ ദിശാബോധം നൽകേണ്ടത് പത്രങ്ങളാണ്. ഇതെല്ലാം ശരിയാണെങ്കിൽ പോലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈകാര്യം ചെയ്യുമ്പോൾ, പെരുമാറുമ്പോൾ കാണിക്കേണ്ടത് സാമാന്യ മര്യാദകളെ മുൻനിർത്തിക്കൊണ്ടാണ് ഇതുവരെ നാം മറച്ചു വെച്ചത്. എന്നാൽ ഇപ്പോൾ നാം പ്രത്യക്ഷത്തിലേക്ക് കടന്നു വരുന്നതുമായ ഒരു സമരത്തെ കുറിച്ച് സൂചിപ്പിക്കും. സത്യാനന്തരം എന്ന വാക്ക് നാം ഉപയോഗിക്കുമ്പോൾ നാം ഓർക്കുക, സത്യത്തിന്റെ ഒരു കാലം ഉണ്ടായിരുന്നോ എന്ന്. നേരത്തെ സൂചിപ്പിച്ച ദേശാഭിമാനിയുടെ കരുത്തുണ്ട് എന്നറിയണമെങ്കിൽ നാളിതുവരെ നാം പിന്നിട്ട കഠിന കാലങ്ങളെ കുറിച്ച് നാം ഓർക്കേണ്ടതായി. ഏതെങ്കിലും കാലത്ത് മാധ്യമങ്ങളുടെ പരിധാരണ കിട്ടി വളർന്ന ഒരു പാർട്ടിയല്ല ഇത് എന്ന് നാം അഭിമാനത്തോടെ, അന്തസ്സോടെ, ആവേശത്തോടെ പറയുമ്പോൾ ഓരോ സന്ദർഭങ്ങൾക്കും നാം എങ്ങനെയാണ് അതിനെ അതിജീവിച്ചത് എന്ന കാര്യം കൂടി ഓർക്കും. അത്തരത്തിലുള്ള സംഭവങ്ങൾ മാത്രമാണ് ചുരുങ്ങിയ വാക്കുകൾ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിലെ
നിലനിന്നിരുന്ന തിരുവിതാംകൂറിൽ അയ്യങ്കാളിയെ പോലുള്ള ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ദളിത് മുന്നേറ്റത്തിനോട് യോജിക്കാൻ ഒരിക്കലും അദ്ദേഹത്തിന് പത്രപ്രവർത്തന സന്ദർഭത്തിൽ കഴിയുമായി. ഒരു ഭാഗത്ത് അദ്ദേഹത്തിന്റെ പത്രപ്രവർത്തനത്തിൽ രാജാക്കന്മാരെയും നാടുവാഴ്ത്തത്തെയും എതിർക്കുന്ന ഒരു ശബ്ദം ഉണ്ടായിരുന്നു എങ്കിൽ മറുഭാഗത്ത് അതിൽ തന്നെ നാടുവാഴ്ത്തത്തിന് ജീർണതയും ഉണ്ടായി. ആ ജീർണതയ്ക്ക് അകത്തു നിന്നുകൊണ്ട് അദ്ദേഹം പെരുമാറിയ മേഖലകളിൽ ശരിയെ പിന്തുടർന്നുകൊണ്ടാണ് ദേശാഭിമാനിയെപ്പോലുള്ള പത്രങ്ങൾ ഇടതുപക്ഷ ആശയപ്രചരണത്തിലുള്ള സാധ്യതകൾ നാം വളർത്തിയെടുക്കും. അങ്ങനെ വളർത്തിയെടുത്ത എല്ലാ സന്ദർഭങ്ങളിലും നാം നോക്കുക, ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ഏതെല്ലാം രൂപത്തിലാണ് ഇവർ എതിർത്തത്. നാം വിചാരിക്കും പട്ടം താഴ്പിടയും ആശങ്കകളും അതുപോലെയുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാരും ഒക്കെ അവർ കണ്ടെത്തിയ യുക്തികൾ വെച്ചുകൊണ്ടാണോ നമ്മെ എതിർത്തത്. അവർക്ക് വേണ്ടി മാലിന്യന്മാരായി പ്രവർത്തിച്ച ആളുകൾ ആരായിരുന്നു എന്നത് ഓരോ സന്ദർഭത്തെയും പത്രപ്രവർത്തനത്തിന്റെ ചരിത്രം നാം എടുത്ത് പരിശോധിച്ചു. 1957 നമുക്കറിയാം, അതിന് മുൻപുണ്ടായിരുന്ന മലബാർ ഡിസ്ട്രിക്ട് കാലഘട്ടത്തിൽ തന്നെ അതിനെ എതിർക്കുന്നതിന് മാതൃഭൂമി കാണിച്ച വ്യക്തിയല്ല വലിയ വലിയ ആളുകൾ മലബാർ ഡിസ്ട്രിക്ട് അംഗങ്ങളായിരുന്നു. മുത്തിരിക്കോടിനെ പോലെ, ഗെട്ടി രാവുണ്ണിനെ പോലെ, കല്ലടി ഉണ്ണിക്കമ്മസായിനെ പോലെയുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്ന മലബാർ ഡിസ്ട്രിക്ട് ഒരു രാജാസിക പ്രസ്ഥാനമായിരുന്നു എന്ന കാര്യം നമുക്ക്. അതിൽ നിന്ന് മലബാർ ഡിസ്ട്രിക്ട് യഥാർത്ഥത്തിൽ ജനകീയ പ്രസ്ഥാനമായി വളർന്നു വന്നപ്പോൾ അത് ചില നിയമനിർമ്മാണങ്ങളിലേക്കും ജനസൗകര്യങ്ങളിലേക്കും പരിമിതമായ അധികാരം വെച്ച് കടന്നപ്പോൾ അതിന് നിശിതമായി വിമർശിച്ചത് മാതൃഭൂമി. അതിന് തൊട്ടു മുൻപുണ്ടായിരുന്ന ഡിസ്ട്രിക്ട് അംഗമായിരുന്ന മുരിയാട്ട് ശങ്കരനോട് ഏറ്റവും മോശമായ രൂപത്തിൽ പെരുമാറിയ വാർത്ത പോലും മാതൃഭൂമി കൊടുത്തത് അദ്ദേഹം കോൺഗ്രസുകാരനായിരുന്നിട്ടും ഒരു ചെറിയ കുളം വാർത്തയിൽ മാത്രം. മലബാർ ഡിസ്ട്രിക്ട് ഇല്ലാത്ത അധികാരങ്ങളെ എടുത്ത് ഉപയോഗിക്കുന്നു എന്ന് മദിരാസി ഗവൺമെന്റിന്റെ മുൻപാകെ വാർത്താ രൂപത്തിൽ അറിയിക്കുന്നതിനും ആവശ്യപ്പെട്ടു. അതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് മലബാർ ഡിസ്ട്രിക്ട് തങ്ങൾക്ക് ഒരു ലക്ഷ്യമുണ്ട് എന്ന് അത് പൂർത്തീകരിക്കുക തന്നെ ചെയ്യുമെന്നും അത് കേവലം 2-3 വർഷത്തെ ഡിസ്ട്രിക്ട് കാര്യം മാത്രമല്ല, വരാനിരിക്കുന്ന കേരളം മലയാളികളുടെ മാതൃഭൂമിയാകാൻ പോകുന്ന സന്ദർഭത്തിലേക്കുള്ള രാഷ്ട്രീയ സൂചനയാണ് എന്ന് കാണിച്ചു. യഥാർത്ഥത്തിൽ അന്ന് ചരിത്രത്തോട് നീതി കാണിച്ചുകൊണ്ട് ആ ഡിസ്ട്രിക്ട് പ്രവർത്തനത്തിന്റെ ആകത്തുകയുള്ള വളർച്ച എന്ത് എന്ന് പഠിപ്പിച്ചത് വളരെ കുറഞ്ഞ സർക്കുലേഷൻ മാത്രമുണ്ടായിരുന്ന ദേശാഭിമാനി കല്ലച്ചിലടിച്ച് ജനങ്ങളിൽ എത്തിച്ച പത്രത്തിൽ നിന്നാണ് ഞങ്ങളുടെ നാട്ടിൽ വിദ്യാലയം വരാൻ പോകുന്നു, ഞങ്ങളുടെ പള്ളി പുതുക്കി പണിയാനുള്ള അവസരം ലഭിക്കുന്നു, അതുവരെ ഉണ്ടായിരുന്ന പല കാര്യങ്ങളിലും മാറ്റം സംഭവിക്കാൻ പോകുന്നു എന്ന് ജനങ്ങൾ മനസ്സിലാക്കി. 1957 ഗവൺമെന്റ് ആരംഭത്തിൽ വരും എന്ന് മാതൃഭൂമിയും മനോരമയും എല്ലാം മനസ്സിൽ കണ്ടിരുന്നു എന്ന് മാത്രമല്ല, നാം പലപ്പോഴായി അവരെടുത്തിരുന്ന കഠിനമായ തീരുമാനങ്ങളെ പലപ്പോഴും ഫലിതോക്തി രൂപേണ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരൻ അധികാരത്തിൽ വന്നാൽ മരിച്ചു പോകും എന്നല്ല പറഞ്ഞത്. കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വരുന്ന സന്ദർഭത്തിൽ തങ്ങൾക്ക് ഏതെല്ലാം നിലയ്ക്ക് നേരിടാൻ കഴിയും എന്നതിനെ കുറിച്ചാണ് അവർ ചിന്തിച്ചത്. 57 ഗവൺമെന്റിനെ കുറിച്ചും അതിന്റെ വളർച്ചയെ കുറിച്ചും ഒക്കെ നിങ്ങൾക്കറിയാം. പ്രതിസന്ധികൾക്കിടയിലാണ് അധികാരം ഏറ്റെടുക്കാൻ പോകുന്നത് എന്ന സർക്കാരിനെ നയിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അറിയാമായി. പക്ഷേ ആ പ്രതിസന്ധികൾക്കകത്ത് ഗവർണറുടെ കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കുന്ന പ്രതിസന്ധി മാത്രമല്ല. നാം ഓർക്കേണ്ട ഒരു കാര്യം, ആ സർക്കാരിനെ മോശപ്പെടുത്തുന്നതിന് വേണ്ടി ഏറ്റവും തീവ്രമായ പരിശ്രമം നടത്തിയത് കേരളത്തിലെ ബൂർഷ്വ മാധ്യമങ്ങളാണ്. ആ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ആദ്യമുണ്ടായ ആന്ധ്ര അരി കുംഭകോണത്തിൽ അവർ പറഞ്ഞത് അരി കൊണ്ടുവന്ന വ്യക്തിയെന്ന് മാത്രമല്ല, അതിൽ നിന്ന് വെട്ടിച്ചെടുത്ത പൈസ ആന്ധ്രയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പിൽ വന്ന് നഷ്ടം നികത്തുന്നതിന് വേണ്ടി കടത്തിക്കൊണ്ടുപോയി എന്നതാണ്. അവർ പറയുന്ന ഒരു സംഖ്യയെ കുറിച്ച് പോലും ആലോചിക്കാൻ കഴിയാത്ത കാലമായിരുന്നു അത്. ആ അരി കുംഭകോണത്തിന്റെ പേരിൽ ലോകത്താകെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ താറടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തി. അത്തരമൊരു ആരോപണം പട്ടംനാടുപിള്ള ഉപയോഗിക്കുന്ന സമയത്ത് ഒരു നയപൈസയുടെ വിവരം പോലും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്ന് നിയമസഭാ പ്രസംഗങ്ങൾ എടുത്ത് പിന്നീട് നിരവധി ചരിത്രകാരന്മാർ ഊന്നി ചൂണ്ടിക്കാണിച്ചു. ഈ പത്രക്കാർ കൊടുക്കുന്ന അപൂർവമായ ചില അറിവുകൾ അവർ പൊടിപ്പും തൊക്കലും വെച്ച് ഉണ്ടാക്കി വെച്ച വാർത്തയുമാണ് അതിന്റെ ഭാഗമായിട്ട് നിയമസഭയിൽ അവതരിപ്പിച്ചത്. അതിന്റെ തുടർച്ചയായി നമുക്കറിയാം, അടുത്ത ആരോപണം വന്നത് അത് തിരുവനന്തപുരത്ത് MP ആയിരുന്ന അഡ്വക്കേറ്റ് ഈശ്വരയ്യർ എന്ന് പറയുന്ന ഒരാളുടെ സ്ഥലം പാപ്പനംകോട് KSRTC വർക്ക്ഷോപ്പ്
അദ്ദേഹത്തിന് കുടുംബസ്വത്തായിട്ടുണ്ടായിരുന്ന ഒരു ചെറിയ ഭാഗം നീക്കിവെച്ചാൽ മുഴുവൻ വലിയ രൂപത്തിൽ മറ്റുള്ളവരുടേതായിരുന്നു എന്ന സത്യം അവർ മറച്ചു. ഇത്തരത്തിലൊരു കാര്യം നടക്കുമ്പോൾ പോലും അതിനെതിരായി വ്യാപകമായ പ്രചരണം നടത്തി. കേരളത്തിലെ പൊതുഗതാഗത രംഗത്ത് ഉണ്ടാകാൻ പോകുന്ന ഒരു മാറ്റത്തെ എങ്ങനെ ഈ രൂപത്തിൽ തർക്കവിതർക്കങ്ങളിലേക്ക് തള്ളിവിടാം എന്ന് മാറ്റുന്നു. ചരിത്രം അറിയുന്ന നമുക്കറിയാം, വർഗീസ് പേജിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ചെയ്ത വലിയ സംഭവം. ആ മനുഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ജീവിച്ചിരിക്കെ തന്നെ കടക്കാരനായി മാറി. അപൂർവ അവസരത്തിൽ അതിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടി അദ്ദേഹം ഗവൺമെന്റ് കോൺട്രാക്ടറായി മാറി. അദ്ദേഹം എടുക്കുന്ന ഒരു പണി എന്ന് പറയുന്നത് ആലപ്പുഴ കടൽ തീരത്ത് വേലിയേറ്റം കുറയ്ക്കുന്നതിന് വേണ്ടി കല്ലിറക്കുക എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ദൗത്യമാണ്. അന്നാണ് പട്ടനാളിലേക്ക് മനോരമ ഉപദേശിച്ചു കൊടുത്തത്, വർഗീസ് പേജിൽ പകൽ മുഴുവൻ ഇടുന്ന കല്ല് രാത്രി കരക്ക് കയറ്റുകയും പിറ്റേ ദിവസം അതേ കല്ല് തന്നെ കടലിലേക്ക് ഇടുകയും ചെയ്യുന്നു. ഇതൊന്നും അവർ കണ്ടുപിടിച്ചതായിരുന്നില്ല. അവർക്ക് വേണ്ടി ഈ രൂപത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള വ്യാജമായ പത്രപ്രവർത്തനത്തിൽ നിന്നാണ് 57 ഗവൺമെന്റിനെ തകർക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ആദ്യകാലത്തെ അണിയറ നീക്കങ്ങൾ ആരംഭിക്കും. അതിനവസാനിപ്പിച്ചില്ല. അന്ന് കേരളത്തിൽ ഏറ്റവും പ്രധാനമുണ്ടായിരുന്ന പത്രമായിരുന്നു കേരള കൗമുദി എന്ന് പറയുന്ന പത്രം. ആ പത്രത്തിന്റെ അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലീഡ് വാർത്തകളിൽ ഒന്ന്, ഇത് അവതരിപ്പിക്കാൻ പോകുന്ന ബഡ്ജറ്റിന്റെ 4 കാര്യങ്ങൾ ഞങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നു എന്ന്. സത്യമായി ധനകാര്യമന്ത്രി ശ്രീ അച്യുതൻ അവതരിപ്പിക്കാൻ പോകുന്ന ബഡ്ജറ്റിന്റെ പ്രധാനപ്പെട്ട 4 വിഷയങ്ങൾ പിറ്റേ ദിവസം അത് അവതരിപ്പിക്കുന്നതിന് മുമ്പ് ജനങ്ങൾ വായിച്ചു. ഇനി ഇത് വിട്ടുകൊടുത്തുകൂടാ എന്ന് ഗവൺമെന്റ് തീരുമാനിച്ചു. തിരുവനന്തപുരം മണ്ഡല ഗവൺമെന്റ് പ്രസിഡന്റായിരുന്ന RSPയുടെ ഒരു യൂണിയൻ നേതാവ് അച്ചടിച്ചുകൊണ്ടിരിക്കുന്ന ബഡ്ജറ്റിന്റെ വിവരങ്ങൾ കേരള കൗമുദിക്ക് ചോർത്തിക്കൊടുത്തു എന്നത് പോലീസിന്റെ കേസായി മാറുകയും ആദ്യമായി നിങ്ങൾ അഹങ്കാരികളായി നിൽക്കേണ്ടതില്ല എന്ന് ഗവൺമെന്റ് പ്രഖ്യാപിക്കുകയും ചെയ്തു. അന്ന് ആരും ചോദിക്കാൻ ധൈര്യപ്പെടാത്ത കെ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന കൗമുദിയുടെ വലിയ പത്രാധിപരെ കോടതിയിൽ ഹാജരാക്കിയെന്ന് മാത്രമല്ല വിരശിക്ഷയ്ക്ക് വിധേയമാക്കി എന്ന കാര്യം നമ്മൾ ഞാൻ സൂചിപ്പിച്ചത്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ നേരിട്ട് ആക്രമിക്കുന്നതിനാവശ്യമായ ഒരു സന്നാഹവുമില്ലാത്ത ഇവർക്കൊക്കെ ആയുധങ്ങൾ കൊടുക്കുക എന്നതാണ് കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ നാടൊഴിഞ്ഞു പോകും എന്ന് പറഞ്ഞ ആളുകൾ പിന്നീട് ചെയ്തു. അങ്ങനെ പോയി എത്തിയ വിമോചന സമരത്തെ ആകെ തന്നെ ജനങ്ങൾക്കിടയിൽ വലിയ രൂപത്തിൽ തെറ്റായി പ്രചരിപ്പിച്ചതിൽ ഇവർ വഹിച്ച പങ്ക് നമുക്കറിയാം. ദീപികയും മനോരമയും മാതൃഭൂമിയും. പക്ഷെ അന്ന് പല വാർത്തകളും തെറ്റായിരുന്നു എന്നുള്ളത് പിന്നീട് നമുക്ക് അനവധി ആളുകളുടെ ജീവചരിത്ര കുറിപ്പുകളിലൂടെ, ആത്മകഥകളിലൂടെ, അനുഭവക്കുറിപ്പുകളിലൂടെ തിരിച്ചറിയുന്നതിന് വേണ്ടി. ആ വിമോചന സമരത്തിലെ ആദ്യത്തെ സംഘർഷം നടന്നത് തൃശ്ശൂർ ജില്ലയിലെ വരന്തരപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത്. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗവൺമെന്റിന് അനുകൂലമായി നടത്തിയിരുന്ന ഒരു ജാഥയെ 2-3 കോൺഗ്രസുകാർ നേരിട്ട് വന്ന് ആക്രമിക്കുകയും അതിൽ സംഘർഷത്തിൽ കലാശിക്കുകയും കോൺഗ്രസുകാർ കൊല ചെയ്യപ്പെടുകയും ചെയ്തു. അവിടെ നിന്ന് അങ്ങോട്ടാണ് ആ ഗവൺമെന്റിനെ അക്രമകാരികളുടെ സർക്കാർ എന്ന് ചിത്രീകരിച്ചുകൊണ്ട് വലിയ സമരങ്ങൾക്ക് തുടക്കം കുറിച്ചു. യഥാർത്ഥത്തിൽ ഈ ജാഥയെ നേരിടുന്നതിന് വേണ്ടി പാർട്ടി പ്രചരണത്തിന്റെ ഭാഗമായി നടക്കുന്ന ഈ ജാഥയെ കരുതലോടുകൂടി കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഗുണ്ടകളെ ഒരുക്കി നിർത്തിയിരുന്നത് വിമോചന സമരത്തിന്റെ ഭാഗമായിട്ടായിരുന്നു എന്ന് വിമോചന സമരത്തിന്റെ നെടുനായകനായിരുന്ന നമുക്കെല്ലാം പിന്നീട് തൊഴിലാളി വർഗത്തിന്റെ സഹയാത്രികനായി മാറിയുള്ള ഫാദർ വടക്കൻ തന്റെ ആത്മകഥയിൽ പറഞ്ഞു. എത്ര ഗൂഢമായ ഒരു ആശയത്തെയാണ് മുൻകൂട്ടി തയ്യാറാക്കി വെച്ച് രക്ഷപ്പെടാം എന്ന് കരുതി ആക്രമിക്കാൻ പുറപ്പെട്ടവരുടെ ചരിത്രത്തെയാണ് അന്നത്തെ മാധ്യമങ്ങൾ തങ്ങളുടെ വാർത്തയ്ക്കകത്ത് പെരുപ്പിച്ച് കാണിച്ചു പിന്നീട് കേരളത്തിൽ ഒരു പ്രതിഷേധത്തിന്റെ ഘോഷയാത്ര ഉണ്ടാക്കിയത് എന്ന കാര്യം പറഞ്ഞു. അതുകൊണ്ട് തന്നെ നാം ഓർക്കേണ്ടുന്ന ഒരു കാര്യം, മാധ്യമങ്ങളുടെ പരിഗാഹം നമുക്ക് ലഭിച്ചില്ല എന്ന് മാത്രമല്ല, പല രൂപത്തിലായി ഇടതുപക്ഷ പ്രസ്ഥാനത്ത് തകർക്കാൻ കിട്ടുന്ന സന്ദർഭങ്ങളിലെല്ലാം ശത്രുപക്ഷത്തിന് ആയുധം കൊടുക്കുക എന്നതിൽ മുൻനിരയിൽ നിന്നത് ഈ മാധ്യമങ്ങൾ. ക്രമേണ അത് വികസിച്ചു വന്ന സന്ദർഭവും നമുക്കറിയാം. 1967 സപ്തകക്ഷി ഐക്യമുന്നണി മന്ത്രിസഭയുടെ കാലത്ത് ആ ഗവൺമെന്റിനകത്തുണ്ടായിരുന്ന ഈടുറപ്പിനെ തകർക്കുന്നതിന് കോൺഗ്രസിന് നിയമസഭയ്ക്കകത്ത് യാതൊരു സാധ്യതയും ഉണ്ടായിരുന്നു. അംഗബലം കുറവായിരുന്നു. ഒരു കാരണവശാലും വെല്ലുവിളിക്കാൻ കഴിയും
ഗവൺമെന്റിനെതിരായി നടന്ന ഏത് സമരത്തെ എടുത്തു നോക്കിയാലും അതിനകത്ത് മാധ്യമങ്ങൾ നടത്തിയ വഞ്ചനയുടെ ചരിത്രം വളരെ പ്രധാനപ്പെട്ട. ആ ഗവൺമെന്റിനെയും അക്രമോത്സവമാണ് എന്ന് വിശേഷിപ്പിക്കുന്നതിന് ആദ്യമേ തന്നെ അവർ നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണങ്ങൾ ഒന്ന്, കാസർഗോഡ് ഒരു ക്ഷേത്രത്തിന്റെ മുന്നിൽ വെച്ച് RSSകാരും കോൺഗ്രസുകാരും ഏറ്റുമുട്ടി 2 പേർ മരണപ്പെട്ടതിനെ അത് KSUവിന്റെ പ്രവർത്തകരാണ് എന്ന് കോൺഗ്രസുകാരും ഞങ്ങളുടെ പ്രവർത്തകരാണ് എന്ന് RSSകാരും അവകാശപ്പെടുന്ന ഒരു സമരത്തെ ക്രമേണ ഗവൺമെന്റിനെതിരായിട്ടുള്ള ഒരു വ്യാഖ്യാനമാക്കി അവർ വളർത്തിക്കൊണ്ടു. കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുന്നണി പോരാളികളായി കടന്നു വന്ന KSUവിന്റെ ആദ്യത്തെ രക്തസാക്ഷി എന്നവർ അവകാശപ്പെടുന്നത് ദേവർ സേക്രഡ് ഹാർട്സ് കോളേജിലെ മുരളി എന്ന് പറയുന്ന ഒരു പ്രവർത്തകനെയാണ്. അത് മാതൃഭൂമി എന്ന് പറയുന്ന പത്രത്തിൽ മുൾജി എന്ന് പറയുന്ന ഒരാൾക്ക് ലാത്തിച്ചാർജിൽ പരിക്ക് പറ്റി എന്നത് ഒരു വാർത്തയായിരുന്നു. എന്നാൽ ബോധപൂർവം ആ പത്രത്തിന്റെ ഡെസ്കിൽ ഇരിക്കുന്ന ആളുകൾ അതിന് മുരളി എന്നാക്കി മാറ്റി. ആ ബോധപൂർവമായിരുന്നു എന്നതിന്റെ സംശയം പിറ്റേ ദിവസമാണ് പൂർണ്ണമായത്. കോളേജിൽ പോവുകയോ സമരത്തിൽ പങ്കെടുക്കുകയോ ചെയ്യാത്ത മുരളി എന്ന് പറഞ്ഞ ഒരാൾ ആ രാത്രിയിൽ മരണപ്പെടുകയും അത് ലാത്തിച്ചാർജിന്റെ ഫലമായിട്ടാണ് എന്ന് നാടകം പ്രചരിപ്പിക്കുകയും ചെയ്തു എന്ന കാര്യം നാം പറയുന്നതല്ല. ഈ വാർത്ത കൊടുക്കുകയും അതിന് പിന്നാലെ സഞ്ചരിക്കുകയും ചെയ്ത സത്യവ്രതൻ എന്ന് പറയുന്ന മാതൃഭൂമിയുടെ പ്രധാനപ്പെട്ട ലേഖകൻ തന്നെ ഒരു അനുഭവപൂർവ്വമായി എഴുതി വെച്ച കാര്യമാണ്. യഥാർത്ഥത്തിൽ മലപ്പുറം ജില്ലയുടെ രൂപീകരണം എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന സന്ദർഭത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹ്യ ദൗത്യങ്ങളിൽ ഒന്നായി. പലതരത്തിലുള്ള എതിർപ്പുകൾ കടന്നു വരുമെങ്കിലും അത്തരത്തിലൊരു ജില്ല രൂപീകരിക്കപ്പെടണമെന്ന് തീരുമാനിച്ച അന്നു മുതൽ ജില്ലക്കെതിരായിട്ടുള്ള വലിയ രൂപത്തിലുള്ള പ്രചരണം ആരംഭിക്കുന്നത് മാധ്യമങ്ങളാണ്. അതിനുശേഷമാണ് വാജ്പേയിയും രാജഗോപാലും ഭരതനുമെല്ലാം ആ സമരത്തിന്റെ നേതൃത്വത്തിലേക്ക് കടന്നു വരുന്നത് എന്ന കാര്യമാണ്. ഒരിക്കലും ആരും ശ്രദ്ധിക്കപ്പെടാത്ത ക്ഷേത്രങ്ങളെ കുറിച്ചുള്ള പരമ്പരയെ സൃഷ്ടിക്കുക, ക്രമേണ ആ പരമ്പരകൾ ഒരു കൃത്യസ്ഥലത്തേക്ക് കേന്ദ്രീകരിക്കുക, അതിന്റെ ഭാഗമായി കേളപ്പൻ എന്ന് പറയുന്ന ഒരാളെ മുന്നിൽ നിർത്തുക, ഈ ആസൂത്രണങ്ങളെല്ലാം യഥാർത്ഥത്തിൽ കോൺഗ്രസിനേക്കാളും RSSനേക്കാളും ജനസംഘത്തെക്കാളും അന്ന് പ്രധാനമായി നടത്തിയത് മാധ്യമങ്ങളാണ് എന്ന കാര്യമാണ്. ഇത്തരത്തിൽ